ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കുറച്ച് ഇംഗ്ലീഷും മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഡിഗ്രി പ്രിലിംസ് രണ്ടാം ഘട്ടം എഴുതുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവും. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അടുത്ത ഇംഗ്ലീഷും മലയാളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മാക്സിമം ഇംഗ്ലീഷും മലയാളവും കവർ ചെയ്യുക. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് മസ്റ്റായിട്ടും കൂടുതൽ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം അവിടെയാണ് നമുക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പം. ബാക്കിയുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നത് മലയാളവും ഇംഗ്ലീഷും മാത്സ് ആണ്. അത് വൃത്തിക്ക് ചെയ്യുക. അല്ലാത്ത പക്ഷേ നമുക്ക് എന്ത് പറ്റുമെന്നറിയോ, എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം വരും. അപ്പോൾ മാക്സിമം മലയാളം, ഇംഗ്ലീഷും മാത്സും സ്കോർ ചെയ്യുക. ദെൻ നമ്മൾ ബാക്കി GK പാട്ടാണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും അതുപോലെ എക്കണോമിക്സ് ആണെങ്കിലും അതിനുശേഷം നമ്മൾ മറ്റത് നോക്കുമ്പോൾ നമുക്ക് റിലാക്സേഷൻ ഉണ്ടാവും. ഓൾറെഡി എക്സാം ഹാളിൽ നിന്ന് തന്നെ മറ്റൊരു വെപ്രാളായി പോകും. ഇപ്പോൾ എനിക്ക് എന്താ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്സ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് അവസാനമായപ്പോഴത്തേക്കും ഹറിബറി ആയിപ്പോയി. 2-3 ക്വസ്റ്റ്യൻസ് മിസ് ചെയ്തു അതിലിടയ്ക്ക്. അങ്ങനെയൊക്കെ അത് പോട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഹി ടോൾഡ് ദാറ്റ് ഹി വാസ് നോട്ട് വെൽ. കറക്റ്റ് സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഹി ടോൾഡ് ദാറ്റ് ഹി വാസ് നോട്ട് വെൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എന്തായിരിക്കും? ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് നോട്ട് വെൽ. എന്താണ്? ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് നോട്ട് വെൽ. എന്താണ്? ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് നോട്ട് വെൽ. അടുത്തത്, സപ്ലൈ ദ വൺ വേർഡ് ഫോർ മേക്ക് പ്ലസൻറ്റ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഡിസ്കവറീസ് എൻറ്റയർലി ബൈ ചാൻസ്. ബൈ ചാൻസ് ആയിട്ട് കിട്ടുന്ന പ്ലസൻറ്റ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഡിസ്കവറീസിന് എന്താ പറയുക? സെറൻഡിപ്പിറ്റി എന്ന് പറയുക. എന്താണ് സെറൻഡിപ്പിറ്റി? ഈ സ്പെല്ലിങ്ങും കൂടി എന്ത് ചെയ്യുക, നോക്കി വെച്ചേക്കാം. സെറൻഡിപ്പിറ്റി, SERENDIPITY. അടുത്തത്, 280 kilos ഡാഷ് ഇനഫ് ഫോർ എ മന്ത്. 280 kilos ഡാഷ് ഇനഫ് ഫോർ എ മന്ത്. ഏതാ വരിക? സിംഗുലർ ആയിട്ടാണ് ഈ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് ഈസ് ആണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ വരേണ്ടത്. ഓക്കെ. ഡാഷ് ഈസ് ആൻ അനാഗ്രം ഫ്രം ദ വേർഡ് വയലൻസ്. ഇപ്പോൾ എന്താണ് ഈ അനാഗ്രം എന്ന് പറഞ്ഞാൽ? അനാഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വേർഡിൻ്റെ സ്പെല്ലിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു വേർഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ വയലൻസ് എന്നുള്ള ആ ഒരു വാക്കിലെ വേർഡുകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പുതിയ വേർഡ് അതിൻ്റെ അനാഗ്രം എന്നാണ് പറയുക. അതേതാണ്? നീസ് ലവ് എന്നാണ്. NICELOV, നീസ് ലവ് എന്നാണ് അനാഗ്രം. ഏതിൻ്റെ? വയലൻസ് എന്ന വേർഡിൻ്റെ അനാഗ്രം എന്ന് പറയുന്നത് നീസ് ലവ്. അതായത് വയലൻസ് എന്തുകൊണ്ടൊക്കെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ആ വേർഡ്സ് കൊണ്ട്, ആ സ്പെല്ലിങ് കൊണ്ട് നമുക്ക് വേറൊരു വേർഡ് ഉണ്ടാക്കാൻ പറ്റുക. അതാണ് നീസ് ലവ്, അതാണ് അനാഗ്രം. അപ്പോൾ ഈ ആൻറ്റിഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആൻറ്റോണിയമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി fill in the blank space with the right verb form. He dash study English recently. ഹി ഡാഷ് സ്റ്റഡി ഇംഗ്ലീഷ് റീസെൻ്റ്ലി. അപ്പോൾ ഇതിൽ റീസെൻ്റ്ലി ആണ് എന്താ നമ്മുടെ കീവേഡ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിലും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും നമുക്ക് റീസെൻ്റ്ലി എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. എന്താ പറഞ്ഞേ? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിലും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും നമ്മൾ റീസെൻ്റ്ലി എന്നുള്ള കീവേഡ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക? ഏത് ആൻസർ വരിക? ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് റീസെൻ്റ്ലി. ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് റീസെൻ്റ്ലി എന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി എന്ന് പറയുമ്പോൾ ജസ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റിലും അതുപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ റീസെൻ്റ്ലി എന്നുള്ള സാധനം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ എക്സ്പ്രഷൻ ടു ബി ഇൻ ദ റെഡ്? ടു ബി ഇൻ ദ റെഡ്, ടു ബി ഇൻ ദ റെഡ് എന്ന് പറഞ്ഞാൽ ഹാവ് നോ മണി ഇൻ വൺസ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ് ടു ബി ഇൻ റെഡ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ സെൻറ്റൻസ് ഡോണ്ട് ഷൗട്ട്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണല്ലേ. ഏത് വരും? വിൽ യു വരും. ഡോണ്ട് ഷൗട്ട്, ശബ്ദം ഉണ്ടാക്കരുത്. വിൽ യു ഇല്ലേ? അങ്ങനെ പറ്റില്ലേ? ഓക്കെ, ഡോണ്ട് ഷൗട്ട്. അപ്പോൾ അതിൻ്റെ ടാഗ് ക്വസ്റ്റ്യൻ എന്താ വരിക? വിൽ യു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരിക. ഇനി സപ്ലൈ ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഓഫ് ദ സെൻറ്റൻസ് ദ ക്യാപ്റ്റൻ സെഡ് ടു ഹിസ് മെൻ ഡോണ്ട് allow the enemy to get across. ഈ ഡോണ്ട് വരുന്ന സെൻറ്റൻസുകൾ എന്ത് ചെയ്യുക? ഡോണ്ട് വരുന്ന സെൻറ്റൻസുകൾ അതുപോലെ തന്നെ WH ക്വസ്റ്റ്യൻസ് വരുന്ന സെൻറ്റൻസുകൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന തരം ഒന്ന് എന്ത് ചെയ്യുക? നോക്കി വെച്ചേക്കാം. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ദ ക്യാപ്റ്റൻ ഓർഡേർഡ് ഹിസ് മെൻ നോട്ട് ടു. ഈ ഡോണ്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നോട്ട് ടു എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടിംഗ് സെൻറ്റൻസിൽ വരും. എന്താണ്? നോട്ട് ടു. ഡോണ്ട് വരുമ്പോൾ നോട്ട് ടു എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ അവിടെ നോട്ട് ടു എന്നുള്ളത് ദ ക്യാപ്റ്റൻ ഓർഡേർഡ് ഹിസ് മെൻ നോട്ട് ടു അലോ ദ എനിമി ടു ഗെറ്റ് അക്രോസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രീതി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. കുറച്ച് മലയാള ചോദ്യങ്ങൾ നോക്കാമേ. ശരിയായ പദം ഏതാണെന്നാണ് ചോദ്യം. സമ്രാട്ട് എന്നുള്ളതാണ് ശരിയായതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ്? സമ്രാട്ടാണോ സാമ്രാട്ടാണോ?
ഓപ്ഷൻ എ ആണല്ലേ, സമ്രാട്ട് എന്നുള്ളതാണ് ശരിയായത്, സമ്രാട്ട്. അടുത്തത് മന്ദം എന്ന വാക്കിന്റെ വിപരീത പദം ഏതാ? മന്ദം എന്ന് പറഞ്ഞാൽ മെല്ലെ, അപ്പൊ വേഗം എന്നുള്ളതിന്റെ അർത്ഥം വരുന്നതാ ശീഘ്രം. അടുത്തത് ശരിയായ പദം, ഇത് എപ്പോഴും ചോദിക്കുന്ന അധിക തവണയും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ശരിയായ പദം നോക്കി വെച്ചേക്കാം, ശരത്ചന്ദ്രനാണ്. 2 ചായ എന്നുള്ളത് ഈ ട്രയാങ്കിൾ പോലത്തെ ചായയാണ്, അടിയിൽ ഇങ്ങനെ ട്രയാങ്കിൾ പോലത്തെയാണ്, അച്ഛൻ്റെ ചായ അല്ല. ഓക്കെ, അപ്പോൾ ശരത്ചന്ദ്രൻ 63 ശരത്ചന്ദ്രനാണ്. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപ്പദം എന്ത്? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താണ്? ബുഭുക്ഷു എന്നാണ്. ഒറ്റപ്പദം ബുഭുക്ഷു എന്നുള്ളതാണ്. ഓക്കെ, മുറ്റം എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തതാണ് അജിരം, ചത്വരം, അങ്കണം എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്? മുറ്റമാണ്. ഇപ്പൊ തന്നെ പഠിക്കുക, അജിരം, ചത്വരം, അങ്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മുറ്റമാണ്. അജിരം, ചത്വരം, അങ്കണം എന്നൊക്കെ പറഞ്ഞാൽ മുറ്റമാണ്. എന്നാൽ കൃപാണം എന്ന് പറഞ്ഞാൽ എന്താണ്? വാളാണ്. അപ്പൊ അതുകൊണ്ട് പര്യായ പദം അല്ലാത്തത് കൃപാണം. കൃപാണം എന്ന് പറഞ്ഞാൽ വാള്. ഓക്കെ, ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക, ധനാശി പാടുക അവസാനിപ്പിക്കുക. ഉമ്മാക്കി കാട്ടുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം കബളിപ്പിക്കുക അല്ലെങ്കിൽ പറ്റിക്കുക എന്നൊക്കെയാണ്. അയഥാർത്ഥമായ ഒന്നുണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക. യഥാർത്ഥമല്ലാത്തത്, ഓക്കെ, അയഥാർത്ഥമായ ഒന്നുണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് ഉമ്മാക്കി കാട്ടുക എന്നുള്ള ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം. ഓക്കെ, ഇനി ചിറ്റോളം എങ്ങനെയാണ് ചിറ്റോളം പിരിച്ചെഴുതുന്നത്? PSC പറഞ്ഞിട്ടുള്ളത് പ്രകാരം ചിറു പ്ലസ് ഓളമാണ് ചിറ്റോളം. ചിറു പ്ലസ് ഓളമാണ് ചിറ്റോളം. ഇനി പ്രസാദം, പ്രാസാദം എന്നീ പദങ്ങളുടെ അർത്ഥം വരുന്നത് ഏതാണ്? പ്രസാദം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, പ്രാസാദം എന്ന് പറഞ്ഞാൽ മാളികയാണ് അർത്ഥം. അത് നോക്കി വെച്ചേക്കണേ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഇനി ഏകവചന രൂപം ഏതാണെന്നാണ് ചോദ്യം. മിടുക്കറാണോ, അധ്യാപകരാണോ, ഭാഗവതരാണോ, മനുഷ്യരാണോ? ബാക്കിയെല്ലാം എന്താണ്? ബഹുവചനാണ് അല്ലെ. അധ്യാപകർ എന്ന് പറഞ്ഞാൽ മിടുക്കർ, ഒരു കൂട്ടം മിടുക്കർ, ഒരു കൂട്ടം മനുഷ്യർ. ഓക്കെ, ഭാഗവതർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒറ്റ ആളേ ഉള്ളൂ. അപ്പൊ ഏകവചന രൂപം ഭാഗവതരാണ്. ഇനി ബഹുവചന രൂപം ദ്രോണർ, വൈദ്യർ, മരക്കാർ, ഭൃത്യർ. ഇതിൽ ബഹുവചന രൂപം എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്? ദ്രോണർ എന്ന് പറഞ്ഞാൽ ഒറ്റ ആളേ ഉള്ളൂ, വൈദ്യർ എന്ന് പറഞ്ഞാലും ഒറ്റ ആളേ ഉള്ളൂ, മരക്കാർ എന്ന് പറഞ്ഞാലും ഒറ്റ ആളേ ഉള്ളൂ. പക്ഷെ ഭൃത്യർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. കൽ പ്ലസ് മതം ചേർത്ത് എഴുതിയാൽ, ഇത് ഒരുപാട് തവണ ചോദിക്കുന്ന റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൽ പ്ലസ് മതം ചേർത്ത് എഴുതിയാൽ നമുക്ക് എന്താ ലഭിക്കുക? കന്മതമാണ് ലഭിക്കുക. ഞാൻ ഒന്നും പഠിച്ചില്ല, ആ പരീക്ഷ ഞാൻ വിജയിച്ചു. ഈ 2 വാക്യങ്ങളെ ചേർത്ത് എഴുതുമ്പോൾ നമ്മൾ അതിലിടയ്ക്ക് ഉപയോഗിക്കുന്ന ഘടകപദം ഏതാണ്? ഞാൻ ഒന്നും പഠിച്ചില്ല എന്നിട്ടും ആ പരീക്ഷ ഞാൻ വിജയിച്ചു. ഇതുപോലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു KS എക്സാമിന്. മഴ പെയ്തു, ഉഷ്ണം ശമിച്ചില്ല. അപ്പോൾ അവിടെ ഘടകപദമായിട്ട് കൊടുത്തിരുന്നത് എങ്കിലുമാണ്. മഴ പെയ്തെങ്കിലും ഉഷ്ണം ശമിച്ചില്ല. അപ്പം ഘടകപദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വാക്യങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഘടകപദങ്ങൾ. ഇവിടെ എന്നിട്ടും എന്നുള്ളതാണ് ഘടകപദമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ശരിയായ പദം ഏതാണ്? ഉച്ഛ്വാസം. എങ്ങനെയാണ് ഉച്ഛ്വാസം എന്നുള്ളത് നമ്മൾ എഴുതുക? ഉച്ഛ്വാസം, അച്ഛൻ്റെ ചായയാണ് കേട്ടോ. ഉച്ഛ്വാസം അച്ഛൻ എഴുതുന്നതിൻ്റെ ചായ വേണം. ഓക്കെ, യാദൃച്ഛികം എന്ന് എഴുതില്ലേ, അതും അതേ ചായ തന്നെയാണ്. വ്യക്തിയെ സംബന്ധിച്ച് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? വൈയക്തികം. എന്താണ്? വൈയക്തികമാണ് വ്യക്തിയെ സംബന്ധിച്ചത്. ഹി വുഡ് ഹാവ് കം ഇഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം. ഞാൻ അവനെ വിളിച്ചിരുന്നെങ്കിൽ അവൻ വന്നേനെ അല്ലേ. ഹി വുഡ് ഹാവ് കം ഇഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? ഞാൻ വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൻ വന്നേനെ. അടുത്തത് സ്ത്രീലിംഗ ശബ്ദമാണ് പ്രഭു. എന്താണ് സ്ത്രീലിംഗ പദം? പ്രഭുയി എന്നുള്ളതാണ് സ്ത്രീലിംഗ പദം. അതും നോക്കി വെച്ചേക്കുക, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പുല്ലിംഗ ശബ്ദം എഴുതുക. ഏകാഗിനി എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ്. അതിന്റെ പുല്ലിംഗ ശബ്ദം എന്താണ്? ഏകാഗി. ഏകാഗി ഓപ്പോസിറ്റ് ആണ് ഏകാഗിനി. ഏകാഗി ഓപ്പോസിറ്റ് ആണ് ഏകാഗിനി. നന്നൂൽ എന്നുള്ളത് നമ്മൾ പിരിച്ചെഴുതിയാൽ എന്ത് വരും? നൽ പ്ലസ് നൂല്, അല്ലെങ്കിൽ നല് പ്ലസ് നൂലാണ് നന്നൂൽ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, കൂടെ പറഞ്ഞേ. നൽ നൂൽ എന്നുള്ളതിന്റെ പിരിച്ചെഴുതുമ്പോൾ എന്ത് കിട്ടും? നല് പ്ലസ് നൂലാണ് നന്നൂൽ. അടുത്തത് ശരിയായ വാക്യം ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? പണ്ട് കാലത്ത് നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. പണ്ട് കാലത്തെ, ഈ പണ്ട് കാലത്തെ എന്നുള്ളത് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. പണ്ടേ എന്നുള്ളത് അല്ലെങ്കിൽ പണ്ട് എന്നുള്ളതാണ് ശരിയായ യൂസേജ്. പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. ഇത് സിയും ഡിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി, ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ അല്ലേ. ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിയായ. 2 പാ വേണം. ഐതിഹ്യങ്ങളെ പറ്റി ഒരു പായല 2 പാ വേണം. അപ്പോൾ ഇത്രയാണ് മലയാളം ചോദ്യങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹീസ് ഡിപ്പെൻഡൻറ്റ് ഡാഷ് മീ. ഹീസ് ഡിപ്പെൻഡൻറ്റ് ഡാഷ് മീ എന്നാണ് പറഞ്ഞിരിക്കണേ. യൂസ്ഫുൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രപ്പോസിഷൻ ഏതാണ്? അപ്പോൺ. ഹീസ്
ഡിപ്പെൻഡൻ്റ് അപ്പോൺ എന്നാണ് പറയുക. ഹീ ഈസ് ഡിപ്പെൻഡൻ്റ് അപ്പോൺ മീ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ. റൈറ്റ് ദ ആൻറ്റോണിയം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ഏതാണ് ആൻറ്റോണിയം? ഏത് വേർഡിൻ്റെ ആൻറ്റോണിയമാണ് വേണ്ടത്? തിങ്സ് ദാറ്റ് ആർ ചീപ്പ് ഇൻ സമ്മർ ആർ സംടൈംസ് ടു ഡാഷ് ഇൻ വിൻ്റർ. അതായത് ഒരു സമ്മറിൽ നമ്മൾ അവജ്ഞയോടുകൂടി കാണുന്ന ചില തിങ്സ് നമുക്ക് വിൻ്ററിൽ വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അപ്പോൾ ചീപ്പിൻ്റെ ഓപ്പോസിറ്റ് ഏതാ വരിക? ഡിയർ ആണ് വരിക. ഓക്കെ, അപ്പോൾ വിൻ്ററിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചില സാധനങ്ങൾ എന്തായിരിക്കും? സമ്മറിൽ നമ്മൾ അധികം മൈൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ വില കുറച്ച് കാണപ്പെടുന്ന സാധനങ്ങളായിരിക്കും. ഓക്കെ, അടുത്തത് പ്രീത ഡാഷ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ലാസ്റ്റ് വീക്ക്. ഇവിടുത്തെ കീവേഡ് ഏതാണ്? ലാസ്റ്റ് വീക്ക് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ലാസ്റ്റ് വീക്ക് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള യൂസേജ്. അടുത്തത് രമ ആസ് വെൽ ആസ് മോഹൻ ഡാഷ് പാസ്ഡ് ദ എക്സാം എന്ന് പറഞ്ഞാൽ ഹാസ് പാസ്ഡ് ദ എക്സാം എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ട് പറയാം. ആസ് വെൽ ആസ് വന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ സബ്ജക്റ്റ് നോക്കിയിട്ടാണ് എഴുതേണ്ടത്. രമ ആസ് വെൽ ആസ് മോഹൻ ഹാസ് പാസ്ഡ് ദ എക്സാം. അതായത് കഴിഞ്ഞു പോയ കാര്യമാണ്, പക്ഷേ ഇപ്പോഴും റെലവൻസ് ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ട് വാസ് യൂസ് ചെയ്യുന്നില്ല? അത് പാസ്റ്റിൽ ഒരു സ്പെസിഫൈഡ് ടൈമിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് പാസ്റ്റിലാണ് യൂസ് ചെയ്യുക. പക്ഷേ പാസ്റ്റിൽ നടന്നൊരു കാര്യം ഇപ്പോഴും അതിൻ്റെ റെലവൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ട് ഹാസ് പാസ്ഡ് ദ എക്സാം ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്തത് ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ടു ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറഞ്ഞത്. ഹി സെഡ് ടു മീ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ടു മീ എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റിലാണ്. സെഡ് ടു മീ ഐ ഫിനിഷ്ഡ് ദ വർക്ക് യെസ്റ്റർഡേ ഇറ്റ് സെൽഫ്. ഇപ്പോൾ ഇവിടെ ഫിനിഷ്ഡ് വന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം സിമ്പിൾ പാസ്റ്റിലുള്ളത് നമ്മൾ എങ്ങോട്ട് മാറ്റും? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റും. എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റും. അതായത് ഹാഡ് V3 ഉണ്ടായിരിക്കും. ഹാഡ് V3 ഉണ്ടായിരിക്കും. നമ്മുടെ തന്നിട്ടുള്ള റിപ്പോർട്ടഡ് സെൻറ്റൻസിൽ ഹാഡ് V3 ഉണ്ടായിരിക്കും. ഇവിടെ ഹാഡ് V3 തന്നിട്ടുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഓപ്ഷൻ ബി, ഹി സെഡ് ടു മീ ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക് ദ പ്രീവിയസ് ഡേ ഇറ്റ് സെൽഫ്. യെസ്റ്റർഡേ വന്നതുകൊണ്ട് എന്താ വരിക? ദ പ്രീവിയസ് ഡേ എന്നുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഹി സെഡ് ടു മീ ഐ ഫിനിഷ് ദ വർക്ക് യെസ്റ്റർഡേ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ടഡ് ആയിട്ടുള്ള സെൻറ്റൻസ് ഹി സെഡ് ടു മീ ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക് ദ പ്രീവിയസ് ഡേ ഇറ്റ് സെൽഫ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടഡ് ഫോം. ഓക്കെ, ചൂസ് ദ കറക്റ്റ് മീനിങ് ഫോർ ദ ഇഡിയം അണ്ടർലൈൻഡ്. ഏതാണ്? ബ്ലഡ് ran cold. His blood ran cold when he heard that his friend was murdered. കൊല്ലപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഹിസ് ബ്ലഡ് റാൻ കോൾഡ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? ഹി വാസ് ഹൊറിഫൈഡ്. ഭയപ്പെട്ടു. ഹി വാസ് ഹൊറിഫൈഡ് എന്നുള്ളതാണ് ഹിസ് ബ്ലഡ് റാൻ കോൾഡ്. ബ്ലഡ് റാൻ കോൾഡ് എന്നുള്ളതിൻ്റെ ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? ഹി വാസ് ഹൊറിഫൈഡ് അല്ലെങ്കിൽ ഹൊറിഫൈഡ്, ഭയാനകം അല്ലെങ്കിൽ പേടിച്ചു. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു സ്മോക്ക് ഡാഷ് സിഗരറ്റ് ബിഫോർ ഡാഷ് മീൽ. എന്താ പറയുക? ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു സ്മോക്ക് എ സിഗരറ്റ് ബിഫോർ ദ മീൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു സ്മോക്ക് എ സിഗരറ്റ് ബിഫോർ ദ മീൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഐ വുഡ് ഗോ ആൻഡ് മീറ്റ് ഹിം ഇഫ് ഹി ഡാഷ് മീ. വുഡ് ഗോ അതായത് V2 അതായത് വില്ലിൻ്റെ പാസ്റ്റാണ് വന്നിരിക്കുന്നത് അല്ലേ? വുഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, വുഡ് ഗോ, വുഡ് പ്ലസ് V1 ആണ് വന്നിട്ടുള്ളത്. വുഡ് ഗോ ആൻഡ് മീറ്റ് ഹിം ഇഫ് ഹി ഡാഷ് മീ, ഇഫ് ഹി ഇൻവൈറ്റഡ് മീ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലീസ് ലിഫ്റ്റ് ദ ഹെവി ലഗേജ്, സോറി ക്യാൻ യു ലിഫ്റ്റ് ദ ഹെവി ലഗേജ്, അതിൻ്റെ അസേർട്ടീവ് ഫോമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതൊരു ക്വസ്റ്റ്യൻ വേർഡാണ്. ക്യാൻ യു ലിഫ്റ്റ് ദ ഹെവി ലഗേജ്, ഇത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതിൻ്റെ അസേർട്ടീവ് ഫോം എന്താണ്? പ്ലീസ് ലിഫ്റ്റ് ദ ഹെവി ലഗേജ്. അതൊരു അസേർട്ടീവ് ഫോം ആണോ? അല്ല, അതൊരു ഇമ്പാരറ്റീവ് ആണ് അല്ലേ? ഹൗ ക്യാൻ ഐ ലിഫ്റ്റ് ദ ഹെവി ലഗേജ്, അതും അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. കണ്ടോ, എക്സ്ക്ലമേഷൻ മാർക്ക് കണ്ടോ. ഇനി ഐ ക്യാൻ ലിഫ്റ്റ് ദ ഹെവി ലഗേജ്, അതായത് ഇതിൽ തന്നിട്ടുള്ളത് പ്രകാരം അസേർട്ടീവ് സെൻറ്റൻസ് ഏതേ വരൂ? ഐ ക്യാൻ ലിഫ്റ്റ് ദ ഹെവി ലഗേജ് എന്നുള്ളതാണ് വരിക. ഓക്കെ, ഇനി ആഡ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് us ഹാവ് എ കപ്പ് ഓഫ് ടീ. ലെറ്റ് us വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ടാഗ് എന്തായിരിക്കും? ഷാൽ വി ആയിരിക്കും. അടുത്തത് ചേഞ്ച് ദ വോയിസ്, അതായത് വോയിസ് ചേഞ്ച് ചെയ്യാനാണ്. കാറ്റ്സ്, ക്യാച്ച്, മൈസ്. കാറ്റ്സ് SORES വന്നാൽ കാറ്റ് എന്താണോ തന്നിട്ടുള്ള ടെൻസ് ആ ടെൻസ് മാറ്റേണ്ടതില്ല. പ്രസൻറ്റ് ടെൻസ് ആണ്. നമ്മളെ ഓപ്ഷനും എന്തായിരിക്കണം? പ്രസൻറ്റ് ടെൻസ് ആയിരിക്കണം. അപ്പോൾ ഇതെന്തായാലും ക്യാൻസൽ ചെയ്യാം. കാരണം ഇവിടെ ഈസ്, ഇവിടെ ആറ്, ഇവിടെ ആറ്. അപ്പോൾ ഇവിടെ വേറാണ് വന്നിട്ടുള്ളത്. അത് പാസ്റ്റ് ടെൻസ് ആണ്. അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി കാറ്റ്സ്, ക്യാച്ച്, മൈസ്. മൈസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. പ്ലൂറലിൻ്റെ കൂടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് എ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി മൈസ് ആർ കോട്ട് ബൈ കാറ്റ്സ്, അങ്ങനെയാണ് വരിക. സബ്ജക്റ്റും ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഡി ആണ് നമ്മുടെ ആൻസർ. മൈസ് ആർ കോട്ട് ബൈ കാറ്റ്സ് എന്നുള്ളതാണ് വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട് വരിക. അടുത്തത് ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, മലാഖ ഈസ് ആൻ ഓൾഡ് ടൗൺ ഇൻ മലേഷ്യ. അതിനെ സൂപ്പർലേറ്റീവ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സൂപ്പർലേറ്റീവ് ആകുമ്പോൾ എന്താ വേണ്ടത്? ദ ചേർത്തിട്ട് വേണം എഴുതാൻ. അതായത് മലാഖ ഈസ് ദ ഓൾഡസ്റ്റ് ടൗൺ ഇൻ മലേഷ്യ. ദ ഓൾഡസ്റ്റ് അങ്ങനെ വരുന്ന ടേമുകളാണ്
ദ സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത്. മലാക്ക ഈസ് ദ ഓൾഡസ്റ്റ് ടൗൺ ഇൻ മലേഷ്യ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഓരോന്നും കരയുന്നതാണ്. സ്പാരോസ് ട്വിറ്റർ ആണ് ചെയ്യുക. എലിഫൻസ് ആണെങ്കിലോ ട്രംപറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ബിറ്റർ നൗൺ ഫോം ബിറ്റർനെസ് ആണ്. റിജക്റ്റിൻ്റെ നൗൺ ഫോം എന്താണ്? റിജക്ഷൻ എന്നാണ് പറയുക. ഓക്കെ, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. പെർസെവിയറൻസ് എന്നുള്ളതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്താണ്? പെർസെവിയറൻസ് PERSEVERSEVERANC പെർസെവിയറൻസ്. ഓക്കെ, PERSEVERANCE PERSEVERANC പെർസെവിയറൻസ്. ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക, ഓർത്തു പോവുക. ചിലപ്പോൾ മാറിപ്പോകുന്ന ചില ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, റിപ്പീറ്റ് ആയിട്ടും ഒന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ ഇരിക്കുന്ന ടേബിളിലോ അല്ലെങ്കിൽ വോളിലോ എഴുതി ഒട്ടിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ അതിൻ്റെ സ്പെല്ലിംഗ് പതിയും. ഓക്കെ, ഇനി ഡ്യൂക്ക് എന്നുള്ളതിൻ്റെ ഡച്ചസ് ആണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, ഫെമിനിയൻ ജെൻഡർ. അങ്ങനെയാണെങ്കിൽ ബാച്ചിലറിൻ്റെ ഫെമിനിയൻ ജെൻഡർ ഏതാണ്? സ്പിൻസ്റ്റർ ആണ്. ഓക്കെ, സ്പിൻസ്റ്റർ ആണ് ബാച്ചിലറിൻ്റെ ഫെമിനിയൻ ജെൻഡർ വരുന്നത്. ഇനി ഇർഫാൻ വാസ് ഡാഷ് ഇൻ എ വില്ലേജ് ഇൻ ബീഹാർ. എന്താണ്? ബ്രോട്ടപ്പ് ആണ്. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എന്ന് നമ്മൾ മുന്നേ കേട്ടിട്ടില്ലേ? ഓക്കെ, ഇർഫാൻ വാസ് ബ്രോട്ടപ്പ് ഇൻ എ വില്ലേജ് ഇൻ ബീഹാർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫോം. അടുത്തത് ചൂസ് ദ വൺ വേർഡ് ഫോർ ദ ഫ്രേസ് അണ്ടർലൈൻഡ്. ദ പീപ്പിൾ ഹു വർ വാച്ചിങ് ചിയേർഡ് ലൗഡ്ലി. ചൂസ് ദ വൺ വേർഡ് ഫോർ ദ ഫ്രേസ് അണ്ടർലൈൻഡ്. എന്താ ഫ്രേസ്? എന്താ? ഹൂവർ വാച്ചിങ്, കാഴ്ചക്കാർ എന്നുള്ളതാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. സ്പെക്ടേറ്റേഴ്സ് എന്നുള്ളതാണ് കാഴ്ചക്കാർ എന്നുള്ളതിൻ്റെ അർത്ഥം. സ്പെക്ടേറ്റേഴ്സ്, അതാണ് ആ വേർഡ്, സ്പെക്ടേറ്റേഴ്സ്. ഹൂവർ വാച്ചിങ്, അതായത് പീപ്പിൾ ഹൂവർ വാച്ചിങ് ചിയേർഡ് ലൗഡ്ലി, അതായത് ഹൂവർ വാച്ചിങ് എന്നുള്ളതിൻ്റെ വൺ വേർഡ് ആയിട്ട് പറയുന്നത് സ്പെക്ടേറ്റേഴ്സ്, അതായത് കാഴ്ചക്കാർ, സ്പെക്ടേറ്റേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫോം. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദ ഫോളോയിങ്. എ ബിൽഡിംഗ് വിത്ത് എ ഫർണസ് ഫോർ ക്രിമേറ്റിംഗ് ഡെഡ് ബോഡീസ്. ഒരു ക്രിമേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങിന് പറയുന്ന പേരെന്താ? ക്രെമറ്റോറിയം. എന്താണ്? ക്രെമറ്റോറിയം. എക്സ് ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഗ്രേഷ്യ മീൻസ് എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ, നോട്ട് ഗ്രേറ്റ്ഫുൾ, ഗെറ്റ് സംതിങ് ഇൻ റിട്ടേൺ, പേയ്മെൻറ്റ് മെയ്ഡ് ഓഫ് ജനറോസിറ്റി. അതായത് ഔദാര്യമായിട്ടൊക്കെ കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയുക? എക്സ് ഗ്രേഷ്യ എന്ന് പറയുന്നത്. അതായത് പേയ്മെൻറ്റ് മെയ്ഡ് ഔട്ട് ഓഫ് ജനറോസിറ്റി എന്നുള്ളതാണ് എന്ത്? എക്സ് ഗ്രേഷ്യ എന്നുള്ളതിൻ്റെ അർത്ഥം. ഓക്കെ, ഈ എക്സ് ഗ്രേഷ്യ ഒന്ന് നോക്കി വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഹൂസ് റെഡ് കാർ ഈസ് ഡാഷ് ഓവർ ദർ. ഹൂസ് റെഡ് കാർ ഈസ് ഡാഷ് ഓവർ ദർ. ഇവിടെ ദിസും ദാറ്റും വരാനാണ് ചാൻസ്. ഈ ദർ എന്നത് കൊടുത്തതുകൊണ്ട് അവിടെ എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ദൂരെ ഉള്ളതല്ലേ, അപ്പോൾ ദാറ്റ് എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുക. ഹൂസ് റെഡ് കാർ ഈസ് ദാറ്റ് ഓവർ ദർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. ദ പണിഷ്മെൻറ്റ് ഫോർ എ ഡാഷ് ക്രൈം ഈസ് യൂഷ്വലി ഹാർഷർ ദാൻ അൻ അൺപ്ലാൻഡ് ക്രൈം. അതായത് പ്ലാൻ ചെയ്തിട്ടുള്ള കുറ്റകൃത്യത്തിന് ശിക്ഷ കുറച്ചുകൂടി എന്താ പറയുക, കൂടുതലായി കഠിനമായിരിക്കും. പ്ലാൻ ചെയ്ത കുറ്റകൃത്യമാണെങ്കിൽ ശിക്ഷ കഠിനമായിരിക്കും. അപ്പോൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീമീഡിയേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രീമീഡിയേറ്റീവ് എന്നുള്ളതാണ് പ്ലാൻഡ്, പ്രീമീഡിയേറ്റീവ്. അതായത് ദ പണിഷ്മെൻറ്റ് ഫോർ എ പ്രീമീഡിയേറ്റീവ് ക്രൈം ഈസ് യൂഷ്വലി ഹാർഷർ ദാൻ അൻ അൺപ്ലാൻഡ് ക്രൈം. മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള ക്രൈമിന് ശിക്ഷ കുറച്ചുകൂടി കഠിനമായിരിക്കും. പ്രീമീഡിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻപേ കരുതി കൂട്ടിയുള്ള അല്ലെങ്കിൽ മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള ശിക്ഷ, കുറ്റകൃത്യം. ഓക്കെ, അടുത്തത് ദ പ്രൊഫസർ എലോങ് വിത്ത് ഹിസ് സ്റ്റുഡൻസ്. ഇതിൻ്റെ കീവേഡ് എന്നാണ് എലോങ് വിത്ത്. ഈ എലോങ് വിത്ത് ആണെങ്കിലും ടുഗെദർ വിത്ത് ആണെങ്കിലും വിത്ത് ആണെങ്കിലും ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് വരിക. അപ്പോൾ ഇത് ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണ്? പ്രൊഫസർ ആണ്. ക്വസ്റ്റ്യൻ എന്താ? ദ പ്രൊഫസർ എലോങ് വിത്ത് ഹിസ് സ്റ്റുഡൻസ് ഡാഷ് അറ്റൻഡിങ് ദ സെമിനാർ. ഇവിടെ പ്രസൻറ്റ് ടെൻസ് ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഈസ് അറ്റൻഡിങ് ദ സെമിനാർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫോം. ഓക്കെ, ദ പ്രൊഫസർ എലോങ് വിത്ത് ഹിസ് സ്റ്റുഡൻസ് ഈസ് അറ്റൻഡിങ് ദ സെമിനാർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. നോ വൺ ക്യാൻ ലിവ് വിത്തൗട്ട് ഹോപ്പ്. ഹോപ്പ് ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ആർക്കും ജീവിക്കാനായിട്ട് സാധിക്കില്ല. ചേഞ്ച് ദിസ് അസേർട്ടീവ് സെൻറ്റൻസ് ഇൻ ടു എൻ ഇൻറ്ററോഗേറ്റീവ് ഫോം. അതായത് ചോദ്യ രൂപത്തിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒറ്റ കാര്യം നോക്കിയാൽ മതി, എവിടെയാണ് ക്വസ്റ്റ്യൻ മാർക്ക്? ക്യാൻ എനി വൺ ലിവ് വിത്തൗട്ട് ഹോപ്പ്, അത് തന്നെയാണ് എന്ത്? അതിൻ്റെ ഇൻറ്ററോഗേറ്റീവ് ഫോം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതാണ് ഇൻറ്ററോഗേറ്റീവ് ഫോം എന്ന് മനസ്സിലാക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് കനോട്ട് യൂസ് ദ സഫിക്സ് വാർഡ്. ഈ വാർഡ് എന്നുള്ളത് സഫിക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ബാക്ക്വേർഡ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഡൗൺവേർഡ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഹോം വാർഡ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, മെമ്പർ വാർഡ് എന്ന് യൂസ് ചെയ്യില്ല. വാർഡ് മെമ്പർ എന്നൊക്കെയാണ് നമ്മൾ അധികം പറഞ്ഞു കേൾക്കുക അല്ലേ. അപ്പോൾ പറ്റാത്ത വേർഡ് ഏതാണ്? മെമ്പർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. വൺ ഹു ഹാസ് ലിറ്റിൽ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ ഗുഡ്നെസ് ആൻഡ് സിൻസിയറിറ്റി ഈസ് എ സിനിക് എന്നാണ് പറയുക. അതായത് മനുഷ്യത്വത്തിലോ ഹ്യൂമൻ ഗുഡ്നെസ്സിലോ സിൻസിയറിറ്റിയിലോ വിശ്വാസമില്ലാത്ത ആളെന്താ പറയുക? എ സിനിക് എന്നാണ് പറയുക. ദ എക്സ്പ്രഷൻ സിറ്റ് ഓൺ ദ ഫെൻസ്, ഇതൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുള്ളുവേലിയിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അൺപ്ലസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്,
ഒരു കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷനാണ് എന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷേ ടു റിമെയിൻ ന്യൂട്രൽ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ ടു റിമെയിൻ ന്യൂട്രൽ എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. രണ്ട് ചേരിയിൽ ഇടപെടാതെ റിമെയിൻ ന്യൂട്രൽ എന്നുള്ളതാണ് സിറ്റ് ഓൺ ദ ഫെൻസ് എന്നുള്ളതിന് അർത്ഥം. ഓക്കെ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ്? മീന ആസ്ക്ഡ് മീ. ചേഞ്ച് ദ എബോവ് സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ് പ്രസൻറ്റ് ടെൻസിലാണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ എന്തായിരിക്കും, സിമ്പിൾ പാസ്റ്റിലേക്കാണ് മാറുക. തന്നിരിക്കുന്ന വാക്യങ്ങളിൽ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സിമ്പിൾ പാസ്റ്റ് ഏതേ ഉള്ളൂ? സി മാത്രമേ ഉള്ളൂ. മീന asked me if I was interested in acting. Meena asked me if I was interested in acting. Okay, അതാണ് ശരിയായിട്ടുള്ള ആൻസർ. Filling the correct tense form of the verb go. Okay, did he just dash out? ഡിഡ് ഹി ജസ്റ്റ്, ഇവിടെ ഡിഡ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ഫോമാണ് വരേണ്ടത്? V1 വരണം. ഡിഡും V2ഉം ഒരുമിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ സെൻറ്റൻസിൽ വരില്ല. ഡിഡ് വന്നതുകൊണ്ട് നമ്മൾ ഗോ എന്നുള്ള ഫോമാണ്. വെൻറ്റ് വരില്ല, ഗോൺ വരില്ല, V2 V3 ഒന്നും വരില്ല. ഡിഡ് വന്ന കാരണം ഗോയാണ് വരിക. ഓക്കെ, ഡിഡ് ഹി ജസ്റ്റ് ഗോ ഔട്ട്? നോ, ഹി വെൻറ്റ് ഔട്ട് 10 minutes ago. അതായത് ജസ്റ്റ് കഴിഞ്ഞു പോയ കാര്യം സിമ്പിൾ പാസ്റ്റിൽ വേണം യൂസ് ചെയ്യാൻ. വെൻറ്റ് ആണ് അടുത്തതായിട്ട് വരിക. ഹി വെൻറ്റ് ഔട്ട് 10 minutes ago എന്നുള്ളതാണ് കറക്റ്റ്. I will have to dash a lot of effort to complete the work on time. പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ എഫേർട്ട് ഇടുക, മേക്ക് എഫേർട്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും നമ്മൾ കാര്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പുട്ട് ഇൻ എന്നുള്ളതിൻ്റെ അർത്ഥം. ഐ വിൽ ഹാവ് ടു പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട് ടു കംപ്ലീറ്റ് ദ വർക്ക് ഓൺ ടൈം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള രൂപം. ഓക്കെ, അടുത്തത് കുറച്ച് മലയാളം ചോദ്യങ്ങളാണേ. 71ാമത്തെ ചോദ്യം നോക്കാം. ഏഷണി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? ഏഷണി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? പരദൂഷണം, ദൂഷണം, നാരദക്രിയ, ണ. ഫെമിലിയർ ആണല്ലേ. നാരദക്രിയ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? ഭിക്ഷുകി എന്നുള്ളതാണ് അതിന്റെ സ്ത്രീലിംഗം. ഭിക്ഷു സ്ത്രീലിംഗം ഭിക്ഷുകി. താഴെ പറയുന്നതിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം. എന്താ ദ്വന്ദ്വ സമാസം? പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ദ്വന്ദ്വ സമാസം. അതായത് ഗജാശ്വങ്ങൾ, ഗജാശ്വങ്ങൾ, ഗജവും അശ്വങ്ങളും, അതായത് ആനയും കുതിരയും, ഗജാശ്വങ്ങൾ രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ താഴെ പറയുന്നതിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഏതാണ്? ഗജാശ്വങ്ങൾ. രണ്ടിനും എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട്. ഋഷിയെ സംബന്ധിച്ച് എന്നതിൻ്റെ ഒറ്റപ്പദം ആർഷമാണ്. എന്താണ്? ആർഷം. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. വിയോഗം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? വിയോഗം വിപരീതം സംയോഗം. വിയോഗം വിപരീതം സംയോഗം. കാടി ആയാലും മൂടി കുടിക്കണം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. താഴെ പറയുന്നവയിൽ പക്ഷിയുടെ പര്യായം ഏതാണ്? ഉരകമാണോ, നാഗമാണോ, ഗൗളിയാണോ, ഖഗമാണോ? ഖഗമാണ്. എല്ലാവർക്കും അറിയാം അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഖഗം. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? വിദ്യാർത്ഥികളാണോ, ദ്രോണറാണോ, ശിശുക്കളാണോ, സ്ത്രീകളാണോ? ദ്രോണറാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പരിഭാഷപ്പെടുത്താനാണ്. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പുവർ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തന്നെ തുടരും. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പുവർ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തന്നെ തുടരും. താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരുത്തി എഴുതാനാണ് അടുത്ത ചോദ്യം. അല്ലെങ്കിൽ ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. ഓക്കെ, മദ്യം പ്രസംഗത്തിനിടയിൽ ഉപയോഗിക്കരുതെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. അത് തെറ്റ്. മദ്യം അങ്ങനെയല്ല സെന്റൻസ് കറക്റ്റായിട്ട് വരുന്നത്. മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. അതാണ് കറക്റ്റ്. മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വാക്യം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം. സ്റ്റേ ഓൺ യുവർ ടോസ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റേ ഓൺ യുവർ ടോസ്, അലേർട്ടായിരിക്കുക, ജാഗരൂകരായിരിക്കുക. സ്റ്റേ ഓൺ യുവർ ടോസ് എന്ന് പറഞ്ഞാൽ ബി അലേർട്ട് എന്നുള്ളതാണ് അർത്ഥം. സിംറ്റമാറ്റിക് ഓഫ് ദ ഓൺസെറ്റ് ഓഫ് ആൻ അറ്റാക്ക് ഓർ എ ഡിസീസ്, അതായത് ഒരു രോഗത്തിന് തൊട്ടു മുൻപുള്ള അവസ്ഥ, അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന അവസ്ഥ, അതിനെന്താ പറയുക? പ്രൊഡ്രോമൽ എന്നാണ് പറയുക. എന്താണ് പ്രൊഡ്രോമൽ? അതിൻ്റെ അവസ്ഥകൾ പ്രകടമാകുന്ന അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന അവസ്ഥ പ്രൊഡ്രോമൽ. സിംറ്റമാറ്റിക് ഓഫ് ദ ഓൺസെറ്റ് ഓഫ് ആൻ അറ്റാക്ക് ഓർ എ ഡിസീസ് ഈസ് പ്രൊഡ്രോമൽ എന്നുള്ളതാണ് അർത്ഥം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ആർ കറക്റ്റ്ലി സ്പെൽഡ്? സ്ക്വാക്സ് ആൻഡ് സ്ക്വീക്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് 2ഉം 4ഉമാണ്. സ്ക്വാക്സ് ആൻഡ് സ്ക്വീക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നിലവിളി, ആക്രോശം, കരച്ചിൽ, അതൊക്കെയാണ് അർത്ഥം. സ്ക്വാക്സ്, SQUAWKS, സ്ക്വാക്സ് ആൻഡ് സ്ക്വീക്സ്, SQUAWKS.
EAKS, അത് രണ്ടുമാണ് ശരിയായിട്ടുള്ള രൂപം. അടുത്തത് ദേ റെയർലി സ്പീക്ക് ഇംഗ്ലീഷ്, ടാഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദേ വന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡൂല് തുടങ്ങണം അല്ലേ. റെയർലി സ്പീക്ക് വന്നതുകൊണ്ട് ഡൂലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ഓൾറെഡി നെഗറ്റീവാണ് സെൻറ്റൻസ്, അതുകൊണ്ട് നമ്മൾ ടാഗ് എന്തായിരിക്കണം, പോസിറ്റീവ് ആവണം. അപ്പോൾ ഡൂ ദേ റെയർലി സ്പീക്ക് ഇംഗ്ലീഷ്, സോ ഡൂ ദേ ആണ് ആൻസർ വരിക. റെയർലി നെഗറ്റീവ് ആയതുകൊണ്ട് സെൻറ്റൻസ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ഡെലീഷ്യസ് ഇറ്റ് ഈസ്, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എങ്ങനെ മാറ്റുക, പ്രസൻറ്റ് ടെൻസ് ആണല്ലേ, ഇറ്റ് ഈസ് എന്നാണ്, അതെന്തായിരിക്കും, സിമ്പിൾ പാസ്റ്റ് ഫോമിലേക്ക് ആയിട്ട് മാറും. അപ്പോൾ പാസ്റ്റ് വരുന്ന രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, ഇതിലും ഈസ് ആണ് വരുന്നത്, ഇതിലും ഈസ് ആണ് വരുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. പിന്നെ കൺസിഡർ ചെയ്യേണ്ടത് ഓപ്ഷൻ ബിയും ഡിയുമാണ്. അതായത് ഹി എക്സ്ക്ലെയിംഡ് ദാറ്റ് ഹൗ ഡെലീഷ്യസ് ഇറ്റ് വാസ് ആണോ, ഹി എക്സ്ക്ലെയിംഡ് ദാറ്റ് ഇറ്റ് വാസ് വെരി ഡെലീഷ്യസ് ആണോ നമ്മുടെ ഓപ്ഷൻ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ WH വേർഡുകൾ ഒഴിവാക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഹി എക്സ്ക്ലെയിംഡ് ദാറ്റ് ഇറ്റ് വാസ് വെരി ഡെലീഷ്യസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള എക്സ്ക്ലമേഷൻ റിപ്പോർട്ടഡ് സെൻറ്റൻസ്. ഓക്കെ, അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഹി എക്സ്ക്ലെയിംഡ് ദാറ്റ് ഇറ്റ് വാസ് വെരി ഡെലീഷ്യസ്. എന്തുകൊണ്ട് ഓപ്ഷൻ ബി വന്നില്ല, WH വേർഡ് മാറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ശരിയാവാതെ വന്നത്. ഓക്കെ, എ ലോട്ട് ഓഫ് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ലോട്ട് ഓഫ് മണി ഡാഷ് സ്പെൻഡ് ഓൺ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന വെർബ് ഏതാണ്, ഈസ് ആണ്, സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. അൺകൗണ്ടബിൾ നൗൺ ആണ് എ ലോട്ട് ഓഫ് മണി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അൺകൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് നമ്മൾ യൂസ് ചെയ്യുക. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ്, ഹി വിസിറ്റഡ് അമേരിക്ക ലാസ്റ്റ് വീക്ക്. യെസ്, നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്, വേറെ എന്തെങ്കിലും വായിച്ച് നോക്കണോ, വേണ്ട. ഇവിടെ ലാസ്റ്റ് വീക്കാണ് നമ്മുടെ കീ പോയിന്റ് അല്ലേ, കീവേഡ് ലാസ്റ്റ് വീക്കാണ്. ലാസ്റ്റ് വീക്ക് സ്പെസിഫൈ ചെയ്തതുകൊണ്ട് തന്നെ ഇത് സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തന്നിരിക്കുന്ന വെർബ് പാസ്റ്റ് ഫോമിലാണോ, വിസിറ്റ് ആണോ, വിസിറ്റഡ് ആണോ, വിസിറ്റ്സ് ആണോ, വിസിറ്റഡ് ആണ് വന്നിട്ടുള്ളത്. ഓൾറെഡി പാസ്റ്റ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ കറക്റ്റ് സെൻറ്റൻസ് ഏതാണ്, ഹി വിസിറ്റഡ് അമേരിക്ക ലാസ്റ്റ് വീക്ക് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫോം. ഓക്കെ, UNDAC ഇസ് ദ അബ്രിവേഷൻ ഓഫ് ഏതിൻ്റെ, യുണൈറ്റഡ് നേഷൻസ് ഡിസാസ്റ്റർ അസസ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ്റെയാണ് UNDAC എന്നതിൻ്റെ അബ്രിവേഷൻ. ഓക്കെ, ദ ആൻറ്റോണിം ഓഫ് ഫെസിലിറ്റേറ്റ്, ഫെസിലിറ്റേറ്റ് എന്നുള്ളതിൻ്റെ ആൻറ്റോണിം എന്താണ്, ഫെസിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എളുപ്പമാകുക. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം വരുമ്പോൾ തടസ്സപ്പെടുത്തുക. ഈ തടസ്സം വരിക എന്നുള്ളത് എന്താ, ഇംപീഡ് എന്നുള്ളതാണ്. ഇംപീഡ് എന്നാണ് എന്ത്, തടസ്സം, തടസ്സപ്പെടുക, തടസ്സം വരുത്തുക, ഇംപീഡ് എന്നുള്ളതാണ് ഫെസിലിറ്റേറ്റിൻ്റെ ആൻറ്റോണിം. അടുത്തത് കുറച്ച് മലയാളം ചോദ്യങ്ങളാണ്. മലയാളത്തിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷി മൃഗാദികൾ എന്ന പദത്തെ ഘടകപദങ്ങളാക്കി വിപുലീകരിക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? പക്ഷി, മൃഗം, ആദിയായവ. എന്താണ്, പക്ഷി, മൃഗം, ആദിയായവ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷി, മൃഗം, ആദിയായവ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ രൂപം കൊണ്ട് ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും ഏകവചനമായ പദം ഏതാണ്? മിടുക്കറാണോ, മനുഷ്യരാണോ, പതിതരാണോ, ദ്രോണരാണോ? ദ്രോണർ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഈ ദ്രോണർ, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. താഴെ തന്നിട്ടുള്ളവയിൽ രൂപം കൊണ്ട് ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും ഏകവചനമായ പദം ഏതാണ്? ദ്രോണറാണ്. സന്ധി നിയമപ്രകാരമുള്ള ശരിയായ പദനിര കണ്ടെത്തുക. ഏതാണ് ശരിയായ? നിറപറ, എരുതി, ഉരക്കല്ല്. നിറപ്പറ എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ ബിയും സിയും ബിയും ഡിയും ക്യാൻസൽ ചെയ്യാം. എരുത്തി എന്ന് പറയില്ല, എരുതി എന്നേ പറയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഭൂമി എന്ന് വരുന്ന പദം ഏതാണ്? ഇള, നിഹാരം, രത്നാകരം, ഉടു. ഏതാണ്? ഇള എന്നാണ് ഭൂമി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്ന സമാന പദം, ഭൂമിയോട് അല്ലെങ്കിൽ ഭൂമിക്ക് ഉള്ള സമാന പദം ഇള എന്നാണ്. കൂട്ടത്തിൽപ്പെടാത്ത ജോഡി ഏതാന്ന് കണ്ടുപിടിക്കാം. ജോഡി ഇത് തെറ്റാണ്. ജോഡിയുടെ ട ഏതാണ്? ഇതാണ് വരിക കേട്ടോ. ഓക്കെ, ആയം, വ്യയം, അത് ശരിയാണ്. ആരോഹണം, അവരോഹണം, അതും ശരിയാണ്. ജ്ഞാനം, വിജ്ഞാനം, രണ്ടും ഒരേ അർത്ഥമാണ്. ജ്ഞാനം അല്ലെങ്കിൽ അജ്ഞാനമാണ് അതിൻ്റെ വിപരീതം. തമസ്, ജ്യോതിസ്, അത് ശരിയാണ്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്ത ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്തത്, എറവെള്ളം ഉറുമ്പിനു സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അല്പവസ്തുക്കളും നിസ്സാരന്മാർക്ക് വലുതായി തോന്നും എന്നുള്ളതാണ് ആ ശൈലിയുടെ അർത്ഥം. എറവെള്ളം ഉറുമ്പിന് സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അല്പവസ്തുക്കളും നിസ്സാരന്മാർക്ക് വലുതായി തോന്നും. ഹെർക്കൂലിയൻ ടാസ്ക് എന്നതിൻ്റെ സമാനമായ പദം ഏതാണ്? അല്ലെങ്കിൽ പ്രയോഗം ഏതാണ്? ഭഗീരഥ പ്രയത്നം. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഭഗീരഥ പ്രയത്നം. പരിമാണത്തെ കുറിക്കുന്ന എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? പാരിമാണികം. പരിമാണത്തെ കുറിക്കുന്നത് പാരിമാണികം. ശരിയായ വാക്യം, അത് PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അത് നോക്കേണ്ട കാര്യമില്ല. അടുത്തത്,
ഞായർ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത്, ഞായർ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? സുധാകരൻ, പ്രഭാകരൻ, ദിവാകരൻ, ദിനകരൻ. ഏതാണ്? സുധാകരനാണ് ഞായർ എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത്. ഓക്കെ. അടുത്ത ചോദ്യം, ഷീജ ആൻഡ് രവി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. അതായത് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഷീജ ആൻഡ് രവി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ ആർ ഇൻ ദേ, നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം, കാരണം സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. ഓക്കെ. ഷീജ ആൻഡ് രവി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ അതിൻ്റെ ടാഗായിട്ട് വരുന്നത് ആർ ഇൻ ദേ. മൈ ഫ്രണ്ട് ഈസ് ഫോർച്ചുനേറ്റ് ഡാഷ് വിന്നിങ് എ ലോട്ടറി വർത്ത് 1 crore rupees. അപ്പം ഫോർച്ചുനേറ്റിൻ്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഇൻ ആണ് വരിക. മൈ ഫ്രണ്ട് ഈസ് ഫോർച്ചുനേറ്റ് ഇൻ വിന്നിങ് എ ലോട്ടറി വർത്ത് 1 crore rupees. If we had followed the instructions of the health department increasing COVID cases dash well. Had followed, had V3 ആണ് വന്നത് അല്ലേ? ഹാഡ് V3 വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് എന്ത് വരണം? വുഡ് ഹാവ് V3 വരണം. ഓക്കെ. വുഡ് ഹാവ് ഡിക്രീസ്ഡ്, വുഡ് ഹാവ് ഡിക്രീസ്ഡ്. ഹാഡ് V3 വന്നാൽ വുഡ് ഹാവ് V3 സെൻറ്റൻസിൻ്റെ അപ്പുറത്ത് വരണം. ഓക്കെ. ഇപ്പോൾ വുഡ് ഹാവ് V3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി ആണ്. റഹൂഫ് ഹാഡ് വർക്ക്ഡ് ഫോർ 1 year ഇൻ ബാംഗ്ലൂർ ബിഫോർ ഹി ഡാഷ് ഹിയർ. ഇത് ഞാൻ എത്തുന്നതിന് മുന്നേ, ബിഫോർ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ്, ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സെൻറ്റൻസും വന്നിട്ടുള്ളത്. രണ്ടും പാസ്റ്റ് നടന്ന കാര്യമാണ്. ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, ഒന്ന് സിമ്പിൾ പാസ്റ്റ് ആണ്. റഹൂഫ് ഹാഡ് വർക്ക്ഡ് ഫോർ 1 year ഇൻ ബാംഗ്ലൂർ ബിഫോർ ഹി കെയിം ഹിയർ എന്നാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സിമ്പിൾ പാസ്റ്റ് ആണ് ചേരേണ്ടത്. രണ്ട് കാര്യങ്ങളും മുന്നേ നടന്നതാണ്. അതിലൊന്ന് ആദ്യം നടന്നതാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് വെച്ചിട്ടും അതിനുശേഷം നടന്നത് സിമ്പിൾ പാസ്റ്റ് വെച്ചിട്ടും എഴുതണം. ഓക്കെ. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഈസ് ദ മിസ്റ്റേക്ക്? വുഡ് ഹാവ് ലുക്ക്ഡ് ലൈക്ക് മീ, ഐ വാസ് മിസ്റ്റേക്കൺ, വേർ വി ഹാവ് അപ്ലൈയിങ്, ഐ വിൽ ലെറ്റ് യു സീ എ പ്രൂഫ് ഓഫ് ഇറ്റ്. ഓക്കെ. അപ്പോൾ ഇതിൽ ചേരാത്തത്, ഇപ്പോൾ വെർബും അതുപോലെ തന്നെ സബ്ജക്റ്റ്, അതിൽ ചേരാത്തത് ഏതാണെന്നാണ് നോക്കുന്നത്. ഓക്കെ. വേർ വി ഹാവ് അപ്ലൈയിങ്, ഈ ഹാവിൻ്റെ കൂടെ ഒരിക്കലും ING വരില്ല. ഈ സാമാർ വാസുവർ അതിൻ്റെ കൂടെയാണ് ING ഫോം അധികം വരിക. ഹാവിൻ്റെ കൂടെ എപ്പോഴും ഏതേ വരുള്ളൂ? V3 ഫോമുകളേ വരുള്ളൂ. അപ്പോൾ എന്ത് കറക്റ്റ് അല്ല? ഓപ്ഷൻ ബി കറക്റ്റ് അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് റോങ്ലി സ്പെൽഡ്? ഇൻട്രപ്റ്റഡ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ബ്രൂട്ടൽ, സൾഫൈഡ്, പ്രോസസ് അതൊക്കെ ശരിയാണ്. ബ്രൂട്ടൽ ഒക്കെ ശരിയാണ്. ഓക്കെ. ഇൻറ്ററപ്റ്റഡ് എന്താണ്? തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്. സെലക്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. നെവർദെൽസ് എന്നാണ് നമ്മുടെ വേർഡ് തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. നെവർദെലസ്, അതായത് NEVERTHELESS, നെവർദെലസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്. അതൊന്ന് നോക്കി വെച്ചേക്കാം. ചൂസ് ദ വേർഡ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ടെറിബിൾ. ടെറിബിൾ എന്നതുള്ളതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സിനോണിം ഏതാണ്? ഡ്രെഡ്ഫുൾ. ടെറിബിൾ എന്നതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ് ഏതാണ്? ഡ്രെഡ്ഫുൾ ആണ്. വൺ ഹു ഡീൽസ് ഇൻ ക്ലോത്ത്സ് ആൻഡ് ക്ലോത്ത് ഗുഡ്സ് പറയുന്ന പേരെന്താണ്? വൺ വേർഡ് എന്താണ്? ഡ്രൈപ്പർ എന്ന് പറയും. നമ്മൾ സാരിയൊക്കെ ഡ്രൈപ്പ് ചെയ്യാന്ന് പറയില്ലേ? വൺ ഹു ഡീൽസ് ഇൻ ക്ലോത്ത്സ് ആൻഡ് ക്ലോത്ത് ഗുഡ്സ് എന്ന് പറയുന്ന പേരാണെന്ത്? ഡ്രൈപ്പർ. അടുത്തത് ദ ഇഡിയം പുൾ യുവർ സെൽഫ് ടുഗെദർ. ഇങ്ങനത്തെ ഇഡിയം ഒക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നത്. ദ ഇഡിയം പുൾ യുവർ സെൽഫ് ടുഗെദർ എന്ന് പറഞ്ഞാൽ ടു കാം ഡൗൺ എന്നുള്ളതാണ് അർത്ഥം. എന്താണ്? ടു കാം ഡൗൺ എന്നുള്ളതാണ് അർത്ഥം. അംഗവും കാണാം താളിയും മുടിക്കാം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം കണ്ടെത്താനാണ് പറഞ്ഞത്. എന്താണ്? രണ്ട് കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക. രണ്ട് കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക. വിപരീത പദം എഴുതുക. ഹ്രാസം എന്നുള്ളതിൻ്റെ വിപരീത പദം എന്താണ്? ഹ്രാസം എന്നുള്ളതിൻ്റെ വിപരീത പദം എന്താണ്? വികാസമാണ്. ഹ്രാസം എന്നുള്ളതിൻ്റെ വിപരീത പദം ഏതാണ്? വികാസമാണ് അത്രേ. സമപ്രാധാന്യമുള്ള രണ്ട് വാക്യങ്ങളുടെ നടുവിൽ ചേർക്കുന്ന ചിഹ്നം ഏതാണ്? രണ്ട് വാക്യങ്ങൾക്കും സമപ്രാധാന്യമാണ്. അങ്ങനെയാണെങ്കിൽ അവയ്ക്കിടയിൽ ചേർക്കുന്ന ചിഹ്നത്തിന് പറയുന്ന പേരെന്താണ്? ഭിത്തിക. വഴി പോകുന്നു, ഇത് PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലജ്ജയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ക്രതു. വ്രീള എന്ന് പറഞ്ഞാലും മന്ദാക്ഷ എന്ന് പറഞ്ഞാലും ത്രപ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ലജ്ജ തന്നെയാണ്. അതിൽ ലജ്ജയുടെ പര്യായം അല്ലാത്തത് ക്രതു എന്നുള്ളതാണ്. ഓക്കെ. കോഴി എന്ന പദം, അതിൻ്റെ ലിംഗം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഉഭയലിംഗത്തിൽ പെടുന്നു. ശരിയായ പദം ചിലവ് അല്ല ചെലവാണ്. അസ്തമനം അല്ല അസ്തമയമാണ്.
തന്നിരിക്കുന്ന ഓപ്ഷനിൽ PSC ആൻസർ പ്രകാരം സർവസ്വം എന്നുള്ളതാണെന്ത് ശരിയായ പദം. താഴെ കൊടുത്ത പദങ്ങളിൽ നിന്നും ഭക്ഷിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം തിരഞ്ഞെടുത്തെഴുതുക. ഏതാണ്? ഭക്ഷിക്കുന്നവന്റെ ദായ എങ്ങനത്തെ ആയിരിക്കും? ഘാതകന്റെ ദായാണല്ലോ നമുക്ക് സംശയം വരിക. ദോശയുടെ ദായ ആയിരിക്കും. അപ്പോൾ ഘാതകൻ, ഘാതകൻ, ഭക്ഷിക്കുന്നവൻ, ഘാതകൻ. ഓക്കെ, അടുത്തത് പിരിച്ചെഴുതുക. വിണ്ടലം. വിൺ പ്ലസ് സ്ഥലമാണെന്ത്? വിണ്ടലം. വിൺ പ്ലസ് സ്ഥലം, വിണ്ടലം. സബ്മിഷൻ എന്ന പദത്തിന്റെ ശരിയായ പരിഭാഷ എന്താണ്? സമർപ്പണം. സബ്മിഷൻ എന്ന പദത്തിന്റെ ശരിയായ പരിഭാഷ സമർപ്പണം എന്നാണ്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.